ഹായ് ഓൾ. സോ നമ്മുടെ സെക്കൻഡ് ഫേസിങ് എത്തുകയായി. നമുക്കിനിയിപ്പോൾ സെക്കൻഡ് ഫേസ് എന്ന് പറയുമ്പം ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫേസിൽ ഷിഫ്റ്റ് അടിസ്ഥാനമായി നിങ്ങൾക്ക് പരീക്ഷകൾ വരാനുള്ള കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിറ്റ് കാർഡ് ഉടനെ റിലീസ് ചെയ്യും, സിറ്റി ഇൻറ്റിമിനേഷൻ ഉടനെ വരും. അപ്പോൾ അത് ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രീവിയസ് പേപ്പറുകൾ തന്നെയാണ്. കാരണം റിവിഷനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ പ്രീവിയസ് പേപ്പറിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായും നിങ്ങളുടെ 2024 ഫോക്കസ് ചെയ്യുക. 2024 ഷിഫ്റ്റ്, ദാറ്റ് ഈസ് നമ്മുടെ ജനുവരി ഷിഫ്റ്റിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു മാതൃകയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇവിടെയും ചോദിക്കുക. എന്നാൽ ചോദ്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുമെങ്കിൽ പോലും ആ ഒരു മാതൃക നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2024 പേപ്പേഴ്സ് നിങ്ങൾക്ക് റിവിഷന് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ സൈലത്തിൻ്റെ സൈലം JEE Q Bank എന്ന യൂട്യൂബ് ചാനലുണ്ട്. അത് മാക്സിമം യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. 2024 മാത്രമല്ല, 2023 ഷിഫ്റ്റുകളിലെയും വീഡിയോ സൊല്യൂഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ ചാനലിൻ്റെ പേരൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. സൈലം JEE Q Bank എന്നാണ് ചാനലിൻ്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ഐക്കൺ ഉണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ 2024 ജനുവരി 27 മുതലുള്ള ഫെബ്രുവരി 2 വരെയുള്ള ഷിഫ്റ്റുകളുടെ വീഡിയോ സൊല്യൂഷൻസ് ഓഫ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ആ വീഡിയോ സൊല്യൂഷൻസ് കണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് 2023 ചോദ്യങ്ങളും വീഡിയോ സൊല്യൂഷൻസും അവൈലബിൾ ആണ്. അപ്പം സൊല്യൂഷൻസ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സൊല്യൂഷൻസ് കാണുക, അതിനെ റീസണബിൾ ആയതെങ്കിൽ നിങ്ങളുടെ രീതിയിൽ അതിനെ വാലുവേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം തന്നെ ഒന്നും കൂടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് ക്രൂഷ്യലായി നിങ്ങൾ നോക്കേണ്ടത് ഈ 2024 പറഞ്ഞുപോയ ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതായത് 2023 പറഞ്ഞുപോയ ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുക. കാരണം ആ പോർഷൻസിൽ നിന്ന് നമുക്ക് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളെ മാക്സിമം നോക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ചോദിച്ച് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻസ് മാറ്റി എഴുതുക. ഏത് ഭാഗങ്ങളാണോ അതിന് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ചോദിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവുന്നതാണ്. സോ മറക്കരുത്, സൈലം JEE Q Bank എന്ന് പറയുന്ന ചാനൽ ഈ വരുന്ന ആഴ്ചകളിൽ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. JEE എക്സാം നല്ല അടിപൊളിയാണ്. നമ്മുടെ സെക്കൻഡ് സെഷനാണ്, നമ്മുടെ ഫൈനൽ സെക്ഷനാണ്. സോ അത് നല്ല അടിപൊളിയായി തന്നെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.